എന്ന് കാണുകയും വെള്ളിയാഴ്ച രാത്രിയിലും പകലിലും നടക്കുന്ന മുത്തനബിന്റെ മജ്‌ലിസ് കൊണ്ട് മുത്തനബി സന്തോഷിക്കുമെന്നും അവർക്ക് വേണ്ടി പ്രത്യേകം ബഹുമാനപ്പെട്ടവർ ദുആ ചെയ്യുമെന്നും കേട്ടപ്പോൾ നമ്മുടെ സ്വലാത്തിന് വെള്ളിയാഴ്ച രാവിലെ ആയിക്കോട്ടെ എന്ന് മനസ്സിലുകൊണ്ട് തീരുമാനിച്ചത്. അപ്പൊ മൂന്നാമത്തെ വ്യാഴാഴ്ച, എല്ലാ മാസവും മൂന്നാമത്തെ വ്യാഴാഴ്ചയാണ് നമ്മുടെ സ്വലാത്ത് നടക്കുക. എന്തെങ്കിലും അത്യാവശ്യമായ വിഷയങ്ങൾ വന്നാൽ സാധാരണ പോലെ ചില മാറ്റങ്ങൾ ഉണ്ടാവാം. പതിവായിട്ട് നമ്മളെ കലണ്ടറിൽ ഇറക്കാൻ പോകുന്ന കലണ്ടറിലും അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ വ്യാഴാഴ്ച സ്വലാത്തിൽ അല്ലാഹു നമുക്ക് ഖിയാമത്ത് നാൾ വരെ മുത്തനബിന്റെ മേലിൽ നടക്കുന്ന സ്വലാത്ത് മജ്‌ലിസ് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്കും നമ്മുടെ പരമ്പരക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ സ്വലാത്ത് പൊളിഞ്ഞു പോകില്ല, അത് നാളെ ആഖിറത്തിൽ കാണും. യാ റബ്ബി സ്വല്ലി അലാ നബിയ്യി മുഹമ്മദി ബഹി മൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ വദി. എന്നതിനർത്ഥം യാ റബ്ബി പടച്ചോനെ സ്വല്ലി അലാ നബിയ്യി മുഹമ്മദി, ഞങ്ങളെ നേതാവായ മുത്തുനബിക്ക് കരുണ ചെയ്യണേ. എങ്ങനത്തെ മുത്തുനബിയാണ്? മൻജിൽ ഖലായിഖി മൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ വദി. നാളെ മഹ്ശറയിൽ പാവപ്പെട്ട ഞങ്ങളെ രക്ഷപ്പെടുത്തുന്ന റസൂലുള്ളാഹിന് കരുണ ചെയ്യണേ. ഏതാണ് ആ രക്ഷ? വിചാരണ എടുക്കുമ്പോ അമലൊന്നുമില്ല, അതിന്റെ ശർത്തും വർദ്ധമൊന്നും നോക്കാത്തതിന്റെ പേരിൽ ഒരു അമലുമില്ല. നമ്മൾ കുറെ അമലുണ്ടെന്ന് കരുതിയിരുന്നു, വിചാരണ എടുത്തു നോക്കുമ്പോ അമലൊന്നുമില്ല. പടച്ചോനെ മീസാൻ തുലാസ് നന്മന്റെ തട്ട് മുൻതൂക്കം തൂങ്ങാതെ തിന്മന്റെ തട്ട് ഇങ്ങനെ മുൻതൂക്കം തൂങ്ങാണ്. അപ്പൊ ഉറപ്പ്, പരാജയം ഉറപ്പായി, ആകെ ബേജാറായി. നന്മന്റെ തട്ട് പരാജയപ്പെടുന്ന സമയത്ത്, നമ്മൾ ബേജാറായി നിൽക്കുന്ന സമയത്ത് കാണാം ഒരാള് വന്ന് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള കീശയിൽ നിന്ന്, ബാഗിൽ നിന്ന് കുറെ നന്മകൾ ഇങ്ങനെ ഈ നന്മന്റെ തട്ടിലേക്ക് വാരിയിടുന്ന നമ്മൾ കാണുക. അപ്പൊ നന്മന്റെ തട്ട് അത് മുൻതൂക്കം തൂങ്ങണം. പടച്ചോനെ, അത് രണ്ടഭിപ്രായമുണ്ട്. ഒന്ന്, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളെ നേരെ ചെയ്യുന്നു, ഏൽപ്പിക്കപ്പെട്ട മലക്ക് ചെയ്യുന്നു എന്നൊക്കെ അഭിപ്രായമുണ്ട്. ഏതായാലും മുത്തനബിന്റെ മേലിൽ ദുനിയാവെന്ന് ചൊല്ലിയ സ്വലാത്തുകള്, പ്രത്യേകമായി സീൽ ചെയ്ത് വെച്ച സ്വലാത്ത് നാളെ മുത്തനബിന്റെ ഫലമായി അവിടുത്തെ ബർക്കത്ത് കൊണ്ട് ആ നന്മയുടെ തട്ടിലേക്ക് ഇങ്ങനെ പൂക്കുമ്പോ ആരാന്ന് ചോദിക്കുമ്പോ ഇത് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളാണ്. അപ്പൊ നമ്മള് നരകം ഉറപ്പായ നമുക്ക് സ്വർഗം കൊണ്ട് കിട്ടും. എന്തേ ഒതുകൊടുത്തു കഴിഞ്ഞാല് രണ്ട് കൈയും കണ്ണും മേലോട്ട് ഇശാറത്താക്കി അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് മുതൽ നമ്മൾ തുടങ്ങുന്ന ആ ദുആ ഒരാള് എന്നും പതിവാക്കുകയാണെങ്കിൽ അത് പ്രത്യേക പെട്ടിയിലാക്കി സീൽ ചെയ്ത് വെക്കും, അത് പൊളിഞ്ഞു പോകില്ല. അത് നാളെ ആഖിറത്തിൽ നമുക്ക് ഉറപ്പായിട്ട് കിട്ടുന്നു മാത്രമല്ല, അത് പതിവുള്ള ആളുകൾക്ക് സ്വർഗത്തിലെ 8 വാതിൽ നിന്നും ഇഷ്ടപ്പെട്ട വാതിലൂടെ സ്വർഗത്തിലേക്ക് കടക്കാൻ കഴിയും. മുഹമ്മദ് റസൂലുള്ളാഹി ഈ 2 അമൽ പൊളിയില്ല. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വിഷമങ്ങൾ, പ്രയാസങ്ങൾ ധാരാളം നമുക്കുണ്ട്. അല്ലാഹു നമുക്ക് എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മമ്പുറത്തോലെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്ക് ദൂരീകരിക്കട്ടെ. ഖുതുബുസ്സമാൻ മമ്പുറത്ത് ഒരു ചെറിയ ആളല്ലല്ലോ. നമ്മളൊക്കെ മമ്പുറത്ത് സിയാറത്തിന് പോകുമ്പോ വളരെ ശ്രദ്ധിക്കേണ്ടത് ഖുതുബുസ്സമാനാണ്. അവിടെ അങ്ങനെ പോയി ഇരുന്നാൽ മതി, കുറച്ചേരം വലിയ സമാധാനം കിട്ടും. എല്ലാ സ്ഥലത്തും സിയാറത്തിന് പോലെ വേഗണില്ല, യാസീനൊക്കെ വേഗണ പൂജ, ആ ശൈലിയല്ല മമ്പുറത്ത് നല്ലത്. മമ്പുറത്ത് കുറച്ച് സമയം ചെലവഴിക്കുക. ഞാൻ എല്ലാ കേസും മമ്പുറത്ത് കൊണ്ട് വിടാറ്. എന്നും കേസ് കുട്ടികളും എന്നും മമ്പുറത്ത് കേസ് പറഞ്ഞാൽ ധാരാളം അനുഭവങ്ങൾ
എണ്ണി എണ്ണി പറയാനുണ്ട്. മമ്പുറത്തോരത് കേസ് വിട്ടത് എത്ര സംഭവങ്ങളുണ്ട്. വലിയ വലിയ സംഭവങ്ങൾ സിമ്പിളായി മാറിയത് ധാരാളം പറയാനുണ്ട്. ഒന്ന് ഭർത്തത്തിന് വേണ്ടി ഞാൻ പറയാം. ഒരാളെ എന്റെ വന്നു, ഒരു ഉസ്താദാണ്, വീടില്ല, സ്ഥലമില്ല, ഒന്നുമില്ല. 10-30 വർഷം ഞാൻ വിദേശത്ത് ജോലി ചെയ്തവനാണ്. എന്തെങ്കിലും ഒരു വഴിക്ക് വേണ്ടി എന്റെ അടുക്കൽ പുൽപ്പറമ്പിൽ ദർശനമുള്ള സമയത്ത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളത് മമ്പത്ത് കുതുബസമ്മാൻ അതിർത്തിൽ പോയിട്ട് ഞാൻ പറഞ്ഞ രീതിയിൽ നിങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞു. ഞാൻ ചെയ്തോളാം. അദ്ദേഹത്തിന്റെ 1 വർഷം തികഞ്ഞിട്ടില്ല, സ്ഥലവുമായി വീടുമായി. ഇന്ന് അദ്ദേഹം വെട്ടിച്ചറല്ല, കഞ്ഞിപ്പയിൽ നിന്ന് കാണാമലേക്ക് പോകുന്ന അൽഹുദ സ്കൂളിന്റെ ആ റോട്ടിൽ വീടും സ്ഥലവും വീടുമായി താമസിക്കും. കല്യാണത്തിന്റെ ഒരു പ്രശ്നം, കല്യാണം കഴിഞ്ഞിട്ട് പ്രശ്നമായി നൂലാമാലിൽ കുടുങ്ങി. എന്റെ ഒരു സുഹൃത്ത് ഒരു സക്കാഫി വന്നു, ഹബീബെ എങ്ങനെ കുടുങ്ങിങ്ങനെ നന്ദി, കുടുങ്ങൊന്നും വേണ്ട, ബേജാറാവൊന്നും വേണ്ട, ഇന്ന് രാത്രി മമ്പുറത്ത് കൂടാൻ പറ്റുമെന്ന് വെച്ചു. ആ മമ്പുറത്ത് കൂടി കൊള്ളാതെ മമ്പുറത്ത് കൂടി സുബഹി ജമാഅത്ത് കഴിഞ്ഞു. ചായ എടുക്കാൻ വേണ്ടി ഹോട്ടലിൽ വന്നപ്പോൾ ഫോണ് വന്നു. അവരിപ്പോ വിളിച്ചിരുന്നു, അത് നമുക്ക് ഒത്തുതീരാന്ന് വെച്ചിരുന്നു. ഇങ്ങനെ ഞാനിങ്ങനെ പറഞ്ഞാല് മമ്പുറത്തോരത്തേക്ക് വിട്ട എത്ര കേസാണ് എനിക്കും നേരിട്ടും അല്ലാതെയും ധാരാളം അനുഭവപ്പെട്ടിട്ടുണ്ട്. അല്ലാഹുവേ, കുതുബുസ്സമാൻ മമ്പുറത്തോര ദർജനെ വർദ്ധിപ്പിക്കണേ. ഞങ്ങൾ പാവങ്ങളാണ്, ദോഷികളാണ്, ഒന്നും ഞങ്ങളുടെ കയ്യിലില്ല. ഞങ്ങൾക്ക് കുതുബുസ്സമാനെ സ്നേഹിക്കുന്നു, മഹബത്ത് വെക്കുന്നു. അതിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. രോഗങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ നീ അകറ്റി തരണേ അല്ലാഹ്. മാരകമായ ഒരു രോഗവും ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാഹ്. പഠിച്ചോനെ, ഞങ്ങളുടെ ശരീരത്തിൽ കത്തിവെക്കേണ്ട, ഓപ്പറേഷന് വിധേയനാവേണ്ട എല്ലാ രോഗങ്ങളും തൊട്ടും മമ്പർത്തോരെ ബർക്കത്ത് കൊണ്ട് നീ ഞങ്ങളെ സലാമത്താക്കി തരണേ അല്ലാഹ്. കാവൽ നൽകണേ അല്ലാഹ്. ജീവിതത്തിൽ വലിയ ബർക്കത്ത്, ഐശ്വര്യം കൊണ്ട് നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് വലിയൊരു സന്തോഷത്തിലായ ഒരു സംഭവം നടന്നത് സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. ഒരു പാലക്കാട് ജില്ലയിലുള്ള ഒരു സ്ത്രീ, ഒരു അമുസ്ലിം സഹോദരി യമനിലെ ജയിലറയിൽ കൊല്ലങ്ങളായി കഴിയുന്നു. കഴിഞ്ഞ 16-ാം തീയതി ആ സഹോദരിയെ തലവെട്ടി കൊലപ്പെടുത്താൻ വേണ്ടി അവിടുത്തെ കോടതി വിധിച്ചു. രക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ ഇന്ത്യയിലെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള സർക്കാരും സുപ്രീം കോടതിയൊക്കെ ഇടപെട്ടെങ്കിലും പരിഹാരമില്ലാതെ നിരാശപ്പെട്ട ഈ സമയത്ത് ബഹുമാനപ്പെട്ട എ.പി. ഉസ്താദിന്റെ 94 വയസ്സുള്ള ബഹുമാനപ്പെട്ടവര് ഇടപെട്ടു. ആ സ്ത്രീയുടെ കൊല ചെയ്യപ്പെടാൻ പോകുന്ന ആ ഡേറ്റിൽ നിന്ന് അത് ഇല്ലാതെയാക്കിയ ഒരു സന്തോഷ വിവരം നമ്മളൊക്കെ അറിഞ്ഞു. പത്രക്കാർ ഉസ്താദിനോട് ചോദിച്ചു, എന്താണ് നിങ്ങൾ ഇങ്ങനെ ഇടപെടാൻ കാരണം? ആ സഹോദരി ഒരു മനുഷ്യനാണല്ലോ, മനുഷ്യത്വ ബോധമാണ് നമുക്ക് വേണ്ടത് എന്ന വല്ലാത്ത ഒരു ചിത്രം അത് കേരളീയർക്ക് പ്രത്യേകിച്ച് ഉണ്ടല്ലോ. അപ്പൊ ഞാൻ എന്തിനത് പറഞ്ഞു? നമ്മുടെ കുടുംബമായാലും അയൽവാസിയായാലും നാട്ടുകാരായാലും അത് ജാതിയോ മതമോ നോക്കാതെ മനുഷ്യൻ എന്ന ആ ഒരു തിരിച്ചറിവോടുകൂടെ വലക്കത്ത് കറന്ന ബനി ആദം മനുഷ്യ സമൂഹത്തിനക്ക് ആദരവ് നൽകിയെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ആ ഒരു ചിത്രം നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ ആരെയും ജാതിയും മതവും നോക്കി ചിത്രീകരിക്കാതെ മനുഷ്യത്വം മനസ്സിലാക്കിയിട്ട് നീങ്ങണമെന്ന പാഠം നമുക്ക് ഉസ്താദ് പഠിപ്പിച്ചു തന്നു. അത് ഇന്ന് ലോകം വാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉസ്താദിന് എല്ലാ വിഭാഗം ജനങ്ങളും വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. അതൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഈ ഒരു ബോധത്തോടു കൂടി നമ്മൾ ജീവിക്കാനും കൂടിയാണ്. അല്ലാഹു ഉസ്താദ് ഉൾപ്പെടെയുള്ള നമ്മുടെ മുഴുവൻ ആലിമീങ്ങൾക്കും സാദാത്യങ്ങൾക്കും ദീർഘായുസ്സും ആഫിയത്തും അല്ലാഹു നൽകുമാറാവട്ടെ. അത് ഏത് വിഭാഗം അവരൊക്കെ നമ്മൾ ബഹുമാനിക്കണം. നമ്മൾ ഒരാളെയും വിഭാഗം തിരിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റോ
ഒരു തരംതിരിവ് നമ്മൾ പാടില്ല. എല്ലാവരെയും ആലിമാണോ സയ്യിദാണോ അല്ല ബഹുമാനിച്ചവരാണോ നമ്മൾ അവരൊക്കെ ബഹുമാനിക്കണം, ആദരിക്കണം. അതിലൂടെയാണ് നമുക്ക് വിജയമെന്ന് നാം മനസ്സിലാക്കി അല്ലാഹു അവർക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാവട്ടെ. ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങൾക്കും അല്ലാഹു ശാന്തിയും സമാധാനവും നൽകട്ടെ. പ്രത്യേകിച്ച് മുസ്ലിം ഉമ്മത്തിന് അല്ലാഹു ഇസ്സത്ത് നൽകുമാറാവട്ടെ എന്ന് മാത്രം ഇപ്പോൾ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമുക്ക്